ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ ഈ എഴുതിയത്, അത് ഓർക്കണം. ഒന്നുകൂടി ആ പേര് ഞാൻ പറയാം. മാധവ് ഗോഡ്ബോളെ. ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതുകയാണ്, രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കളക്ടറായിരുന്ന കെ നായരെയാണ്. കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ. ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ, ആരുടെ ശുപാർശ? ഇദ്ദേഹത്തിന്റെ ശുപാർശ. നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുകൊണ്ടെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. നാലാം കർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ? അഭിമാനപൂർവ്വം തലയുയർത്തി പറയാൻ പറ്റൂ. എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ സിപിഐഎമ്മും ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല. ഇപ്പോ കപിൽ സിബല് നേരത്തെ കോൺഗ്രസുകാരനായിരുന്നല്ലോ അദ്ദേഹം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ. അദ്ദേഹത്തോട് 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. എന്തേ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നല്ലേ ഇത് കാണിക്കുന്നത്? മലയാള മനോരമക്ക് അറിയില്ലേ അത്? ഇവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസം നടക്കുന്നു. ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക, അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. മാത്രമല്ല ഭൂമി പൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു. കമൽനാഥാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ. ആ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്തത്? ഇപ്പോ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട്: കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. എന്താ അവിടുത്തെ സ്ഥിതി? അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള 34,563 ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു, ഉത്തരവ് നൽകുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി
ആ കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായിരുന്നു. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമേ? എന്തേ ഇതൊന്നും ഓർക്കാത്തത്? എന്തേ ഇവരെ വെള്ളപൂശാൻ വലിയ താല്പര്യം?